സോ നേരത്തെ നമ്മൾ KVL ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാമെന്ന് പഠിച്ചു. ഇനി അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ഒരു പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. പ്രോബ്ലം ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. Obtain the network equilibrium equation in matrix form using KVL and calculate the loop currents. അപ്പോൾ നമുക്ക് ഈ നെറ്റ്വർക്കിൽ നിന്ന് KVL ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ലൂപ്പ് കറൻസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. ഇതിൽ 3 കറൻസ് I1, I2, I3 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 കറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കുക എത്ര നോഡ്സും എത്ര ബ്രാഞ്ചസും വരുന്നത് നോക്കണം. ഇതൊരു നോഡ്, ഇതൊരു നോഡ്, ഇതൊരു നോഡ്, പിന്നെ ലാസ്റ്റ് ഒരു റെഫറൻസ് നോഡ്. മൊത്തം 4 നോഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ 4 നോഡ്സ് മാർക്ക് ചെയ്യുക. ഇനി ഓരോ എലമെൻസിനെ നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. സോ 6 ohm 12 volt ഉള്ള ബ്രാഞ്ച് ആദ്യം വരച്ചു ഫസ്റ്റ് ആൻഡ് ഫോർത്ത് നോഡിന്. പിന്നെ 4 ohമിനെ കറസ്പോണ്ടിങ് റീപ്ലേസ് ചെയ്തു. പിന്നെ 6 ohm റീപ്ലേസ് ചെയ്തു. 2 ohമിനെ റീപ്ലേസ് ചെയ്തു. 4 ohമിനെ റീപ്ലേസ് ചെയ്തു. ലാസ്റ്റ് ഈ 2 ohm 8 volt ഉള്ള ബ്രാഞ്ച് റീപ്ലേസ് ചെയ്തു. സോ ഇനി നമുക്ക് നെയിമിംഗ് കൊടുക്കണം. ഞാൻ സോഴ്സസ് ഉള്ള ബ്രാഞ്ചസ്, അതായത് 12, 6, 8 volt സോഴ്സസ് ഉള്ള ബ്രാഞ്ചസിന് 1, 2, 3 ഓർഡറിലാണ് കൊടുക്കുന്നത്. എങ്ങനെ വേണം നെയിമിംഗ് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഡയറക്ഷൻസ് നോക്കാം. ഡയറക്ഷൻസ് നിങ്ങൾക്ക് ആർബിട്രറിലി ചൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ ഗ്രാഫ് വരച്ചു. ഇനി നമുക്കിതിൻ്റെ ട്രീ കിട്ടണം. ട്രീ വരയ്ക്കുമ്പോൾ ഇഷ്ടമുള്ള പോലെ ഒരു ഗ്രാഫിന് പോസിബിളായിട്ട് പല ട്രീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ട്രീ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ട്വിക്സ് വരച്ചു. ഇനി എനിക്ക് ലിങ്ക്സ് വരയ്ക്കണം. ലിങ്ക്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ ആ കറൻസിനെ നോക്കുക. അവർ തന്നിട്ടുള്ള കറൻസിൻ്റെ ഡയറക്ഷൻസ് ഉണ്ട്. ലൂപ്പ് കറൻസ് എല്ലാം ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആ ലൂപ്പ് കറൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം ലിങ്ക്സ് വരുന്നത്. കാരണം ലൂപ്പ് കറൻറ്റും ലിങ്കും ഒരേ ഡയറക്ഷനിലായിരിക്കണം എന്ന് നമുക്ക് ടൈസെറ്റ് മാട്രിക്സ് ഫോം ചെയ്യുമ്പോൾ ഒരു കമ്പൽസറി കണ്ടീഷൻ ഉണ്ട്. സോ I1ൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം 1, I2ൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം 2, I3യുടെ അതേ ഡയറക്ഷനിലായിരിക്കണം ലിങ്ക് 3. ഇതാണ് നമ്മുടെ പെർട്ടിക്കുലർ ട്രീ. അത് ഓരോരുത്തർക്കും ഓരോതായിരിക്കും. ഇതാണ് എൻ്റെ പെർട്ടിക്കുലർ ട്രീ. ഇനി ഈ ട്രീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടൈസെറ്റ് മാട്രിക്സ് ഫോം ചെയ്യണം. ഞാൻ ഗ്രാഫ് മാറ്റാണ്. പിന്നെ നമുക്ക് ടൈസെറ്റ് മാട്രിക്സ് ഫോം ചെയ്യാം. നമ്മൾ ഈ ടൈസെറ്റ് മാട്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് KVL ഇക്വേഷൻസ് ഫോം ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ടൈസെറ്റ് മാട്രിക്സ് B ഉണ്ടാക്കാം. സോ ടൈസെറ്റ് മാട്രിക്സ് എഴുതുമ്പോൾ മൊത്തം 6 ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക്. സോ 6 കോളം ഉണ്ടായിരിക്കും. പിന്നെ 3 റോയും ഉണ്ടായിരിക്കും. ഇനി ഫസ്റ്റത്തെ I1 എന്ന് പറയുന്നത് 1, 4 and 6 എന്നുള്ള ബ്രാഞ്ചസ് ആയിട്ടാണ് കണക്ഷൻ. സോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് 0 മാർക്ക് ചെയ്യാം. I1ഉം 1ഉം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് +1, I1ഉം 4ഉം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് +1, I1ഉം 6ഉം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് +1 ആയി. ഇനി സെക്കൻഡ് ലൂപ്പ് കറണ്ട് I2 2, 5 and 6 എന്നുള്ള ബ്രാഞ്ചസ് ആയിട്ടാണ് കണക്ഷൻ. 2, 5 and 6. ഓക്കെ. ഇനി I2ഉം 2ഉം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് +1, I2ഉം 5ഉം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് +1, I2ഉം 6ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് -1. ഇനി ലാസ്റ്റത്തെ തേർഡ് ലൂപ്പ് കറണ്ട് I3 എന്ന് പറയുന്നത് 3, 4, 5 ആയിട്ടാണ് കണക്ഷൻ ഉള്ളത്. 3, 4, 5 ബാക്കി എലമെൻറ്റ്സ് ഒക്കെ 0 ആക്കി. ഇനി I3ഉം 3ഉം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് +1, I3ഉം 4ഉം 5ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് രണ്ടും -1. അപ്പോൾ നമുക്ക് മാട്രിക്സ് B കിട്ടി. ഇനി നമുക്ക് KVLൻ്റെ മാട്രിക്സ് ഫോം എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞിരുന്നു. മാട്രിക്സ് BVB = 0 എന്നാണ്. അപ്പോൾ മാട്രിക്സ് BVB 0 ആയിരുന്നെങ്കിൽ അതിൽ നമുക്ക് B കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? VB അറിയണം. സോ നമുക്ക് ആദ്യം മാട്രിക്സ് VB എന്താണെന്ന് നോക്കാം. മാട്രിക്സ് VB എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് വോൾട്ടേജിൻ്റെ മാട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ കോളം മാട്രിക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർഡർ 6/1 ആയിരിക്കും. അതായത് ഒറ്റ കോളവും സിംഗിൾ കോളവും 6 റോസും ഉണ്ടായിരിക്കും. ഇനി ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ സോഴ്സ് വോൾട്ടേജസ് ഒക്കെ ഏതൊക്കെ ബ്രാഞ്ചസിലാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മുടെ ട്രീയും നെറ്റ്വർക്കും തമ്മിൽ കമ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് ബ്രാഞ്ച് നോക്കാം. ഫസ്റ്റ് ബ്രാഞ്ചിൽ ആരുണ്ട്? 12 volt ഉണ്ട്. സോ ഫസ്റ്റ് ബ്രാഞ്ചിലെ എലമെൻറ്റ് സോഴ്സ് വോൾട്ടേജ് 12 ആണ്. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഡയറക്ഷൻ നമ്മൾ കമ്പയർ ചെയ്യണം. അതായത് I1ൻ്റെ ഡയറക്ഷനും
ആക്ച്വൽ 12 വോൾട്ട് കാരണം ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ തമ്മിൽ കമ്പയർ ചെയ്യണം. ഈ 12 വോൾട്ടിൻ്റെ പ്ലസ് ഇവിടെ ആയതുകൊണ്ട് തന്നെ കറണ്ട് പോകുക ഈ ഡയറക്ഷനിലായിരിക്കും, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ ലൂപ്പിൽ പോവുക. സോ I1ഉം ഈ 12 വോൾട്ട് കാരണം ഉണ്ടാകുന്ന കറണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നതായിട്ട് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ 12ൻ്റെ വാല്യൂ +12 ആയിരിക്കും. ഇനി സെക്കൻഡ് ബ്രാഞ്ച് നോക്കുക. സെക്കൻഡ് ബ്രാഞ്ചിൽ 6 വോൾട്ട് ഉണ്ട്. സോ ആ 6 വോൾട്ട് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഇതേപോലെ ഡയറക്ഷൻ നോക്കണം. അപ്പോൾ 6 വോൾട്ടിൻ്റെ പ്ലസ് ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ പ്ലസ് നിന്നാണ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുക, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ശരിക്കും 6 വോൾട്ട് കാരണം ഈ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ I2 അവർ തന്നിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഡയറക്ഷൻസും ഡിഫറെൻ്റ് ആയതുകൊണ്ട് 6നെ -6 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി തേർഡ് ബ്രാഞ്ചിൽ ആരുണ്ട്? 8 വോൾട്ട് ഉണ്ട്. സോ 8 വോൾട്ട് ഞാൻ തേർഡ് ബ്രാഞ്ചിൽ മാർക്ക് ചെയ്തു. അതിൻ്റെയും ഡയറക്ഷൻ നോക്കുമ്പോൾ പ്ലസ്സിൽ നിന്ന് കറണ്ട് പോകേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും I3 ആക്ച്വലി ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ -8 ആയിട്ട് മാറി വാല്യൂ. പിന്നെ ബാക്കിയുള്ള ബ്രാഞ്ചുകൾ 4, 5 and 6 എന്നുള്ള ബ്രാഞ്ചസിലൊന്നും തന്നെ സോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് ആ എലമെൻറ്റ്സ് എല്ലാം സീറോസ് ആയി മാറി. സോ നമുക്ക് മെട്രിക്സ് ബി വി ബിയിലെ ബി ബിയും കിട്ടി, ബിയും കിട്ടി. ഇനി ഇപ്പോൾ നമുക്ക് KVL ഇക്വേഷൻസിൻ്റെ ഫോം ചെയ്യാനുള്ള മെട്രിക്സ് കിട്ടി. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ലൂപ്പ് കറൻറ്റ്സ് കണ്ടുപിടിക്കാൻ. സോ സോൾവ് ചെയ്യാനായിട്ടൊരു മെട്രിക്സ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. മെട്രിക്സ് ബി വി ബി ഈക്വൽ ടു മെട്രിക്സ് ബി ഇൻറ്റു മെട്രിക്സ് സെഡ് ബി ഇൻറ്റു മെട്രിക്സ് ബി ട്രാൻസ്പോസ് ഇൻറ്റു മെട്രിക്സ് IL എന്നാണ് ഇക്വേഷൻ. സോ ഇതിൽ നമുക്ക് ബിയും ബി ട്രാൻസ്പോസും ഒക്കെ അറിയാം. IL എന്ന് പറയുന്ന ലൂപ്പ് കറണ്ടിൻ്റെ മെട്രിക്സ് ആണ്. ഇനി അൺനോൺ ആയിട്ടുള്ളത് ZB മാത്രമാണ്. സോ നമുക്ക് ZB കണ്ടുപിടിക്കാം. മെട്രിക്സ് ZB. മെട്രിക്സ് ZB എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് മെട്രിക്സിൻ്റെ ഒരു ഇമ്പിഡൻസ് മെട്രിക്സ് ആണ്. അത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും, അതായത് 6 റോയും 6 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. സോ ഓരോ ബ്രാഞ്ചസിലും ഏതൊക്കെ ഇമ്പിഡൻസസ് അല്ലെങ്കിൽ ഏതൊക്കെ റെസിസ്റ്റൻസസ് ആണോ കണക്റ്റഡ് ആയിട്ടുള്ളത് ആ എലമെൻസിനെ ഡയഗണലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഇമ്പിഡൻസ് മെട്രിക്സ് എന്ന് പറയും. സോ നമുക്ക് ഫസ്റ്റ് ബ്രാഞ്ച് നോക്കാം. ഫസ്റ്റ് ബ്രാഞ്ചിൽ 6 ഓം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് 6 ഓം. ബാക്കി 6 ഓലെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. ഇനി സെക്കൻഡ് ബ്രാഞ്ച് നോക്കാം. സെക്കൻഡ് ബ്രാഞ്ചിലത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 4 ഓം ആണ്. അപ്പോൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 4ഉം ബാക്കി എലമെൻറ്റ്സ് എല്ലാം സീറോസും ആയിരിക്കും. ഇനി തേർഡ് റോ നോക്കാം. തേർഡ് ബ്രാഞ്ച് നോക്കാം. തേർഡ് ബ്രാഞ്ചിൽ 2 ഓം ഉണ്ട്. തേർഡ് ബ്രാഞ്ചിൽ തേർഡ് എലമെൻറ്റ് 2 ആയിരിക്കും, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ഇനി ഫോർത്ത് ബ്രാഞ്ച് നോക്കാം. ഫോർത്ത് ബ്രാഞ്ച് ഇതാണ്. അവിടെ 4 ഓം ഉണ്ട്, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. ഇനി ഫിഫ്ത്ത് ബ്രാഞ്ചിൽ 6 ഓം ഉണ്ട്, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ഇനി ലാസ്റ്റത്തേൽ 6th ബ്രാഞ്ചിലെ എലമെൻറ്റ് 2 ഓം ആണ്. സോ ലാസ്റ്റ് എലമെൻറ്റ് മാത്രം 6 ആയിരിക്കും, ബാക്കി എല്ലാം സീറോസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് മെട്രിക്സ്. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സീറോസ് ആയി. ഇനി നമുക്ക് ഈ ട്രീയുടെ ആവശ്യമില്ല. ഇനി മെട്രിക്സ് ബി സെഡ് ബി ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഓർഡറിൽ വേണം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ. നമ്മൾ സാധാരണ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ലാതെ വരും, എററും വരും. സോ മെട്രിക്സിൻ്റെ ഓർഡറിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യം ബി ഇൻറ്റു സെഡ് ബി ചെയ്യാം. അപ്പോൾ മെട്രിക്സ് ബി ഇവിടെ ഉണ്ട്. സോ ഞാൻ സെഡ് ബി ഇങ്ങോട്ട് എഴുതാണ്. ഇപ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 3/6ഉം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 6/6 ആണ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ രണ്ടും 6 ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇനി കിട്ടാൻ പോകുന്ന റിസൾട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ബാക്കി റിമൈനിങ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. സോ 3/6 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്കിനി റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യണം.
ഓരോ റോയും ഓരോ കോളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, പിന്നെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അങ്ങനെയാണ് നമ്മൾ ഓരോ കോളം ഫിൽ ചെയ്യുക. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് റോ കോളത്തിൽ സെക്കൻഡ് മാട്രിക്സിലെ ഫസ്റ്റ് കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് ഒഴികെ ബാക്കി എല്ലാം സീറോസ് ആണ്. സോ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റത്തെ എലമെൻറ്റും ഇവിടുത്തെ ഫസ്റ്റത്തെ എലമെൻറ്റും തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബാക്കി എല്ലാം സീറോസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 × 6 പ്ലസ് 2 × 0 സോറി 0 × 0 പ്ലസ് 0 × 0 പ്ലസ് 1 × 0 പ്ലസ് 0 × 0 പ്ലസ് 1 × 0. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഇതെല്ലാം സീറോസ് ആയതുകൊണ്ട് ഏതൊരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 മാത്രമേ റിസൾട്ട് ആയിട്ട് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു 6 മാത്രം ചെയ്താൽ മതി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 6 6 കിട്ടും, പ്ലസ് എല്ലാം സീറോസ് ആണ്. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കാരണം ബാക്കിയെല്ലാം സീറോസ് ആണല്ലോ. അങ്ങനെ സീറോസ് ആയതുകൊണ്ടാണ് ആ അഡ്വാൻറ്റേജ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ കറസ്പോണ്ടിങ് ടേംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ഇവിടെ 1 × 0 0 പ്ലസ് 0 × 4 0 ആയി, പിന്നെ ബാക്കി എല്ലാം സീറോസ് ആണ്. സോ ഇവിടെ എന്ത് തന്നെ വന്നാലും അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിപ്പോകും. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, തേർഡ് കോളത്തിലെ തേർഡ് എലമെൻറ്റ് മാത്രമേ പ്രസൻറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റും ഇവിടുത്തെ തേർഡ് എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഗെയിൻ 0. പിന്നെ ഫസ്റ്റ് റോ ഇൻറ്റു ഫോർത്ത് കോളം, അതായത് ഇവിടുത്തെ ഫോർത്ത് എലമെൻറ്റും ഇവിടുത്തെ ഫോർത്ത് എലമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 × 4 4 കിട്ടും. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു ഫിഫ്ത്ത് കോളം, ഫിഫ്ത്ത് കോളത്തിലെ ഫിഫ്ത്ത് എലമെൻറ്റ് മാത്രമേ പ്രസൻറ്റ് ഉള്ളൂ. ഇവിടെ പക്ഷേ ഫിഫ്ത്ത് എലമെൻറ്റ് 0 ആയതുകൊണ്ട് അത് 0 ആയി. ഇനി ഇവിടെ ലാസ്റ്റ് സിക്സ്ത് എലമെൻറ്റ് മാത്രമേ പ്രസൻറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സിക്സ്ത് എലമെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 2 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇപ്പോൾ ഫസ്റ്റ് റോൻ്റെ ഫുള്ള് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് റോ ചെയ്യുമ്പോൾ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു 6 0 ആയി. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് ഇൻറ്റു 4 1 × 4 4 ആയി. സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ തേർഡ് എലമെൻറ്റ്, അതായത് 0 × 2 0. ഫോർത്ത് എലമെൻറ്റ് 0 × 4 0. 1 × 6 6 -1 × ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റ് 2, അതായത് -2. ഇനി ഇതേപോലെ തേർഡ് റോ കംപ്ലീറ്റ് ചെയ്യണം. 0 × 6 0 0 × 4 0 1 × 2 2 -1 × 4 -4 -1 × 6 -6 0 × 2 0. അപ്പോൾ നമുക്ക് BZB എന്നുള്ള പോർഷൻ കഴിഞ്ഞു. അപ്പോൾ BZB കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ കിട്ടിയ റിസൾട്ട് തന്നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? B ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ കിട്ടിയ റിസൾട്ടൻ്റ് ഇൻറ്റു B ട്രാൻസ്പോസ് നമുക്ക് ചെയ്ത് നോക്കാം. B ഇവിടെ ഉണ്ട്. സോ B ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താവും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായിട്ട് ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ 1 0 0 1 0 1. ഇനി സെക്കൻഡ് റോ 0 1 റോയൊക്കെ കോളാക്കുക. 0 0 1 -1 ലാസ്റ്റത്തെ 0 0 1 -1 -1 0 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ BZB B ട്രാൻസ്പോസ് ചെയ്യാൻ പോവാണ്. ഇനി ഓർഡർ നോക്കാം. ഇവിടെ 3/6 ഇവിടെ
6/3 ആണ്. സോ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. റിസൾട്ടൻ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/3 ആയിരിക്കും. സോ നമുക്ക് 3/3 ആയിട്ടുള്ളൊരു സ്ക്വയർ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ്, ഫോർത്ത്, സിക്സ്ത് എലമെൻറ്റ്സ് മാത്രമേ വന്നുള്ളൂ, ബാക്കി എലമെൻറ്റ്സ് എല്ലാം സീറോസ് ആണ്. അപ്പോൾ ഇവിടത്തെ 1 2 3 നമ്പർ ചെയ്ത് നോക്കുക എളുപ്പത്തിന്. 1 4 6 എന്നുള്ള പൊസിഷനിലുള്ള ആൾക്കാരായിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. സോ 1 × 6 6 പ്ലസ് 1 × ഫോർത്ത് എലമെൻറ്റ് 4, അപ്പോൾ 4 പ്ലസ് 1 × 2 2. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1 × 6 6 പ്ലസ് 1 × 4 4 പ്ലസ് 1 × 2 2. അപ്പോൾ 6 + 4 + 2 ആൻസർ 12 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യാം. സെക്കൻഡ് കോളത്തിൽ സെക്കൻഡ് 2 5 6 പൊസിഷനിൽ മാത്രമേ വാല്യൂസ് ഉള്ളൂ. അപ്പോൾ 2 5 6 പൊസിഷനിലുള്ള ആൾക്കാർ തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡ് പൊസിഷനിലൂടെ 0 ആണ്, ഫിഫ്ത്ത് പൊസിഷനിലും 0 ആണ്. അപ്പോൾ ആദ്യം ആകെ സിക്സ്ത് പൊസിഷനിൽ മാത്രമേ ഇവിടെ എലമെൻ്റ് ഉള്ളൂ. സോ സിക്സ്ത് പൊസിഷനിലുള്ള 2 × ഇവിടുത്തെ സിക്സ്ത് പൊസിഷനിലുള്ള -1 ചെയ്യുമ്പോൾ -2 എന്ന് കിട്ടും. ഇനി ഇതേപോലെ ലാസ്റ്റ് തേർഡ് കോളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ 3 4 5 എന്നുള്ള പൊസിഷനിൽ മാത്രമാണ് ഇവിടെ വാല്യൂസ് ഉള്ളത്. സോ 3 4 5 എന്നുള്ള പൊസിഷനിലുള്ള ഫസ്റ്റ് റോയിലെ ആൾക്കാരെ തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 3ഉം 5ഉം അഗെയിൻ സീറോസ് ആണ്. സോ ഫോർത്ത് പൊസിഷനിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫോർത്ത് പൊസിഷനും ഇവിടുത്തെ ഫോർത്ത് പൊസിഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × -1 -4 എന്ന് കിട്ടും. ഇനി ഇതേപോലെ സെക്കൻഡ് റോയും തേർഡ് റോയും കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 1 5 6 എന്നുള്ള പൊസിഷൻ നോക്കുക. 1 4 6 എന്നുള്ള പൊസിഷൻ നോക്കുക. 1ത്തെ പൊസിഷനിൽ 0 ആണ്, ഫോർത്ത് പൊസിഷനിലും 0 ആണ്, സിക്സ്ത് പൊസിഷനിലും മാത്രം -2 ഉണ്ട്. സോ -2 × 1 -2. ഇനി ഇതേപോലെ സെക്കൻഡ് കോളം 2 5 6 എന്നുള്ള പൊസിഷൻ. സെക്കൻഡ് പൊസിഷനിൽ 4 ഉണ്ട്, ഫിഫ്ത്ത് പൊസിഷനിൽ 6 ഉണ്ട്, സിക്സ്ത് പൊസിഷനിൽ -2 ഉണ്ട്. സോ എല്ലാ വാല്യൂസും പോസിബിൾ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. 4 × 1 4 പ്ലസ് 6 × 1 6 പ്ലസ് -2 × -1 +2 ആയി. 4 + 6 + 2 അതായത് 12. ഇനി സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യുമ്പോൾ 3 4 5 എന്നുള്ള പൊസിഷൻ. 3 4 5 അതിൽ 3ഉം 4ഉം സീറോസ് ആണ്. ഫിഫ്ത്ത് പൊസിഷനിൽ മാത്രം 6 ഉണ്ട്. സോ 6 × -1 -6. ഇതേപോലെ തേർഡ് റോ കംപ്ലീറ്റ് ചെയ്യാം. 1 4 6 നോക്കാം ആദ്യം. 1 ഫോർത്ത് പൊസിഷനിൽ -4 ഉണ്ട്. അപ്പം -4 × 1 -4. പിന്നെ സിക്സ്ത് പൊസിഷനിൽ 0 ആണ്. അപ്പോൾ ഇത് -4. പിന്നെ സെക്കൻഡ് കോളത്തിൽ 2 5 6 നോക്കാം. 2 5 and 6. അപ്പോൾ ഇതിൽ ഫിഫ്ത്ത് പൊസിഷനിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. -6 × 1 -6. പിന്നെ ലാസ്റ്റത്തേൽ 3 4 5 എല്ലാ എലമെൻറ്റ്സും പ്രസൻ്റ് ആണ്. സോ 2 + 2 × 1 2 പ്ലസ് -4 × -1 +4 പ്ലസ് -6 × -1 +6. അപ്പോൾ 2 + 4 + 6 12. നമുക്ക് സെറ്റ് ബി ട്രാൻസ്പോസ് വരെയുള്ള വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഈ ഇക്വേഷനിലൊക്കെ റീപ്ലേസ് ചെയ്യും. സോ ബി × വി ബി = B സെറ്റ് ബി ട്രാൻസ്പോസ് ഐ എൽ. അപ്പോൾ ബി സെറ്റ് ബി ട്രാൻസ്പോസ് ഐ എൽ എന്നുള്ള വാല്യൂ ആണ് നമുക്കിനി റീപ്ലേസ് ചെയ്യേണ്ടത്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 12 - 2 -4 -2 12 -6 -4 -6 + 12 ഇൻറ്റു IL. IL എന്ന് പറയുന്നത് I1 I2 and I3 ദാറ്റ് ഈക്വൽ ടു നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓക്കെ ആണ്. ഇനി
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതും നമുക്ക് വി ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ഓർഡർ 3/6 ആണ്, ഇതിൻ്റെ ഓർഡർ 6/1 ആണ്. സോ റിസൾട്ടൻ മാട്രിക്സിൻ്റെ ഓർഡർ 3/1 ആയിരിക്കും. അപ്പോൾ 3 റോസും ഒരു ഒറ്റ സിംഗിൾ കോൾ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഞാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റോയിൻ്റെ ഫസ്റ്റ് കോളം ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ കോളേ ഉള്ളൂ. ഈ കോളത്തിൽ 4, 5, 6 പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ്സ് എല്ലാം സീറോസ് ആണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, 2, 3 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ആയിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇവിടുത്തെ ഫോർത്ത് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, ഫിഫ്ത്ത് എലമെൻറ്റ് ഏത് മൾട്ടിപ്ലൈ ചെയ്താലും 0, സിക്സ്ത് എലമെൻറ്റ് ഏത് വാല്യൂ ആയാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. സോ 3, 4, 5, 6 എന്നുള്ള പൊസിഷൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. സീറോസ് ആയതുകൊണ്ടാണ് കേട്ടോ. സപ്പോസ് അവിടെ നല്ല വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. സീറോസ് ആകുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ 1, 2, 3 എന്നുള്ള പൊസിഷനിലുള്ള വാല്യൂസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 12 12 പ്ലസ് 0 × 1 വരിക, പ്ലസ് 0 × -6 പ്ലസ് 0 × -8 ഇതും സീറോസ് ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് 3 കോളംസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെയും ഫസ്റ്റ് 3 കോളത്തിൽ ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. നോക്കി 1 0 0 0 1 0 0 0 1. സോ ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ചെയ്യുമ്പോൾ -6 വരും. ഇനി ലാസ്റ്റത്തേൽ 1 × -8 ചെയ്യുമ്പോൾ -8 വരും. ബാക്കിയെല്ലാം നമുക്ക് സീറോസ് ആയി പോകും. സോ ഇതിൻ്റെ റിസൾട്ട് കിട്ടി. നമ്മുടെ ഇവിടെ ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്, ഇതിനായിട്ട് ഇക്വേറ്റ് ചെയ്യാം. 12 -6 -8. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ മാട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻസ് ഉണ്ടാക്കണം. 12i1 ഇപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 12i1 - 2i2 - 4i3 = +12. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -2i1 + 12i2 - 6i3 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു കോളം, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. =6 ഇക്വേഷൻ നമ്പർ 2. ഇനി ലാസ്റ്റ് വൺ -4i1 - 6i2 + 12i3 = -8. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ 3 ഇക്വേഷൻസ് നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് i1, i2, i3 കണ്ടുപിടിക്കും. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഇതേപോലെ തന്നെ കാൽക്കുലേറ്ററിൽ മോഡിൽ മോഡ് എടുക്കുക. അതിൽ ഇക്വേഷൻ 5th വൺ ഇക്വേഷൻ എടുക്കുക. അതിൽ സെക്കൻഡ് ഇക്വേഷൻ എടുക്കണം. കാരണം ഇവിടെ i1, i2, i3 3 അൺനോൺസ് ഉണ്ട്. സോ നമുക്കിതിൽ സെക്കൻഡ് വൺ എടുക്കാം. i1ൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ a എന്നുള്ള മെട്രിക്സിലും i2ൻ്റെ ഒക്കെ ബിയിലും i3യുടെ ഒക്കെ സിയിലും കൊടുക്കണം വിത്ത് സൈൻ. സോ നമുക്ക് ആ ഇക്വേഷൻസ് ഫില്ല് ചെയ്യാം. 12 = -2 = -4 = 12. Second one -2 = +12 = -6 = -6. Third one -4 = -6 = +12 = -8. എല്ലാ എലമെൻറ്റ്സും കോഎഫിഷ്യൻസും കൊടുത്തതിന് ശേഷം കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ടല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈക്വൽ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് വരും. അതായത് i1, i2, i3യുടെ വാല്യൂസ് ഓർഡറിൽ വരും. അപ്പോൾ ആദ്യത്തെ i1 എന്ന് പറയുന്നത് i1 = 0.55 ആംപിയർ ആൻഡ് i2 ഈക്വൽ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ വാല്യൂസ് ആയിട്ട് വരും. -0.867 ആംപിയർ. i3 =
മൈനസ് 0.92 ആംപിയർ. അപ്പോൾ ഇതാണ് 3 വാല്യൂസ് കറൻസിൻ്റെ I1, I2 ആൻഡ് I3. അപ്പോൾ ഇങ്ങനെയാണ് മാട്രിക്സ് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ KVL വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. KVL ഇക്വേഷൻ ഫോം ചെയ്തു, എന്നിട്ട് ഈ മാട്രിക്സ് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. ആ മാട്രിക്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് I1, I2, I3 അതായത് ലൂപ്പ് കറൻസ് കണ്ടുപിടിച്ചു. ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം നോക്കാം. അത് KCL റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം.